നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് തൊടുപുഴ പെരുമ്പള്ളിച്ചിറ കൊച്ചുപറമ്പിൽ നൌഫൽ, ചൂരവേലിൽ റിൻസാദ് എന്നിവർ. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പെരുമ്പള്ളിച്ചിറ സ്വദേശി അനൂപ് ഓടി രക്ഷപ്പെട്ടു. പീരുമേട് ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് വാഴൂർ സോമൻ എം.എൽ.എ. നിലപാട് വ്യക്തമാക്കിയത് പീരുമേട് താലൂക്കിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ചേർന്ന യോഗത്തിൽ. കാട്ടാനയെ മയക്കുവെടി വെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യം. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. തമിഴ്നാട് വീണ്ടും കാനനപാത തുറന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെ. മലമുകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് കൈവശ രേഖകളില്ലാത്തതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് പരാതി. രേഖകളില്ലാത്തത് 2 ഏക്കറോളം വരുന്ന ഭൂമിക്ക്. ഇത് തുടർ വികസനങ്ങൾക്കും തടസ്സം. വിശദമായ വാർത്തകൾ. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിൽ. തൊടുപുഴ പെരുമ്പള്ളിച്ചിറ കൊച്ചുപറമ്പിൽ നൌഫൽ, ചൂരവേലിൽ റിൻസാദ് എന്നിവരെയാണ് SI NS റോയിയുടെ നേതൃത്വത്തിൽ പിടികൂടിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പെരുമ്പള്ളിച്ചിറ സ്വദേശി അനൂപ് ഓടി രക്ഷപ്പെട്ടു. തൊടുപുഴ പെരുമ്പള്ളിച്ചിറ കൊച്ചുപറമ്പിൽ നൌഫൽ, ചൂരവേലിൽ റിൻസാദ് എന്നിവരെയാണ് SI NS റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പെരുമ്പള്ളിച്ചിറ സ്വദേശി അനൂപ് ഓടി രക്ഷപ്പെട്ടു. സ്വകാര്യ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പെരുമ്പള്ളിച്ചിറ മേഖലയിൽ നിന്നാണ് പ്രതികളെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയത്. കഞ്ചാവ് വിവിധ പാക്കറ്റുകളിലാക്കി കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലും മറ്റും വിൽപ്പന നടത്താനാണ് ഇവർ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ നേരത്തെയും കഞ്ചാവ് കേസിൽ ഉൾപ്പെട്ടവരാണെന്നാണ് സൂചന. ഓടി രക്ഷപ്പെട്ട അനൂപിനായി പോലീസ് തിരച്ചിൽ ഊർജിതപ്പെടുത്തിയിട്ടുണ്ട്. പീരുമേട് ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് വാഴൂർ സോമൻ എം.എൽ.എ. പീരുമേട് താലൂക്കിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ നടത്തിയ യോഗത്തിലാണ് എം.എൽ.എ. നിലപാട് വ്യക്തമാക്കിയത്. ദിവസങ്ങൾക്ക് മുമ്പ് പീരുമേട് മരിയഗിരി സ്കൂളിന് മുന്നിൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തിരുന്നു. 4 ദിവസമായി കാട്ടാന ജനവാസ മേഖലയായ തട്ടാത്തിക്കാനത്തും പരിസരത്തും ചുറ്റിക്കറങ്ങുകയാണ്. പലതവണ മരിയഗിരി സ്കൂളിന് മുന്നിലൂടെ ദേശീയപാത മുറിച്ചു കടന്നു. ശബരിമല തീർത്ഥാടകരുടെയും വിനോദസഞ്ചാരികളുടെയും വലിയ തിരക്കാണ് ഇപ്പോൾ ദേശീയപാതയിൽ അനുഭവപ്പെടുന്നത്. നിരവധി കർഷകരുടെ കൃഷിയും കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. പ്രതിഷേധം ശക്തമായതോടെയാണ് ജില്ലാ ഭരണകൂടം സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തത്. കാട്ടാനയെ മയക്കുവെടിവെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പ്രധാനമായും യോഗത്തിൽ ഉയർന്നതെന്ന് പീരുമേട് എം.എൽ.എ. വാഴൂർ സോമൻ പറഞ്ഞു. അടിയന്തരമായി ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, ശല്യകാരിയായ ആനയെ പിടിച്ചുകൊണ്ടുപോയി ഉൾക്കാട്ടി കൊണ്ടുവിടാനുള്ള നടപടി നീക്കുകയാണ് വേണ്ടത്. അത് അവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്വീകരിക്കേണ്ടത്. അവർ പറയുന്നത് അതിന് അവർ 1 വർഷക്കാലം ട്രേസിംഗ് എല്ലാം നടത്തി ചെയ്യൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പറയുന്നവരെ ആ 1 വർഷക്കാലം കാത്തിരിക്കാൻ പീരുമേട്ടിലെ ജനങ്ങൾക്ക് യാതൊരു മനസ്സുമില്ല. അടിയന്തരമായി ചെയ്യണം. അതല്ല എങ്കിൽ ശക്തമായ പ്രക്ഷോഭ സമരത്തിലേക്ക് പോകുമെന്നാണ് ഞങ്ങൾക്ക്. അതെ, തീർച്ചയായിട്ടും. വനംവകുപ്പിന്റെ ദ്രുതകർമ്മ സേനയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതും വാഹനം, വെളിച്ചം, ഉപകരണങ്ങൾ എന്നിവയുടെ അപര്യാപ്തതയും യോഗത്തിൽ ചർച്ചയായി. പീരുമേട് കേന്ദ്രീകരിച്ച് റേഞ്ച് ഓഫീസ് വേണമെന്നും കോട്ടയം DFO ഓഫീസ് ഇടുക്കിയിലേക്ക് മാറ്റണമെന്നും ആവശ്യമുയർന്നു. സ്കൂൾ സമയങ്ങളിൽ പ്രദേശത്ത് വനപാലകരുടെ പ്രത്യേക സുരക്ഷ ഉണ്ടാകുമെന്ന് ഇടുക്കി ADM ഷൈജു P. ജേക്കബ് പറഞ്ഞു. ഈ വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ഡിസ്കസ് ചെയ്യുകയും ഇതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു മിനിറ്റ്സ് തയ്യാറാക്കി തഹസിൽദാർ കളക്ടറേറ്റിലേക്ക് തരും. ആ മിനിറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് വ്യക്തമായി ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ആ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് കൊടുക്കുകയും ചെയ്യും. അതിന് ആന വന്ന വഴി അതിനെ തന്നെ തിരിച്ചയച്ചിട്ട് ഫെൻസിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്. അത് DD അഗ്രികൾച്ചറുമായിട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ആ ഫെൻസിങ് കാര്യക്ഷമമായി നിർമ്മിക്കുകയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യം ബഹുമാനപ്പെട്ട MLA ഇപ്പൊ പറഞ്ഞു. ആ ഫോറസ്റ്റ് ഓഫീസിന്റെ കാര്യത്തിൽ എന്താണ് എന്നുള്ളത് ആ മിനിറ്റ്സിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ട് അത് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റുകളും ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായി തീരുമാനമെടുത്ത് റിപ്പോർട്ട് ചെയ്യാനും അത് മിനിറ്റ്സ് തയ്യാറാക്കി ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ നടപടികളും
സ്വീകരിക്കും. പ്രദേശത്ത് 24 മണിക്കൂറും നിരീക്ഷണത്തിനായി വനംവകുപ്പ് 20 അംഗ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. നിലവിൽ സ്കൂളിന് എതിർഭാഗത്തെ പുൽമേടിന് സമീപമാണ് ആനയുള്ളതെന്നാണ് വനംവകുപ്പിന്റെ വിലയിരുത്തൽ. കാട്ടാനയുടെ സഞ്ചാരം മനസ്സിലാക്കാൻ ആധുനിക ഡ്രോൺ ഉപയോഗിച്ചും നിരീക്ഷണം നടത്തുന്നുണ്ട്. യോഗത്തിൽ വണ്ടിപ്പെരിയാർ, പീരുമേട്, കുമളി, പെരുവന്താനം, കൊക്കയാർ, ഏലപ്പാറ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികൾ രാമക്കല്ലിൽ പോവാനാവാതെ ഇനി നിരാശരായി മടങ്ങേണ്ടി വരില്ല. പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. മലമുകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും. കേരള തമിഴ്നാട് അതിർത്തിയിലെ രാമക്കൽമേട്ടിലെ പ്രധാന ആകർഷണമാണ് രാമക്കല്ല് വ്യൂ പോയിന്റ്. ചെങ്കുത്തായ പാറക്കൂട്ടവും തമിഴ്നാടൻ കാർഷിക ഗ്രാമങ്ങളുടെ വിദൂര കാഴ്ചയും വീശിയടിക്കുന്ന കാറ്റും സഞ്ചാരികളെ ആകർഷിക്കും. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തേക്കുള്ള പ്രവേശനം കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരം തമിഴ്നാട് അടച്ചിരുന്നു. സംരക്ഷിത വനമേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശത്ത് സഞ്ചാരികൾ വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം തള്ളുന്നതിനെ തുടർന്നായിരുന്നു നിരോധനം. പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെയാണ് തമിഴ്നാട് വീണ്ടും കാനനപാത തുറന്നിരിക്കുന്നത്. സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനായി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. ഒപ്പം വിവിധ മേഖലകളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനാമ ഗോപിനാഥൻ പറഞ്ഞു. കരുണാപുരം പഞ്ചായത്തിന്റെ ടൂറിസ്റ്റ് കേന്ദ്രമായ രാമക്കല്ലിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും കൂടെ അതിർത്തി പ്രദേശമായ അവിടെ മാലിന്യം കുമിഞ്ഞുകൂടുന്നതെന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരുടെ പരാതി ഉണ്ടായിരുന്നു. അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റും ASം കൂടി സ്ഥലം സന്ദർശിക്കുകയും അതിന്റെ ഫലമായിട്ട് നമ്മൾ അവിടെ ഒരു ബോട്ടിൽ ബൂത്ത് അടിയന്തരമായി സ്ഥാപിക്കുന്നതിനും അവിടെ ക്ലീനിങ് തൊഴിലാളിയെ ആഴ്ചതോറും ഓരോരുത്തരെ മാറി മാറി നിർത്തുന്നതിനും തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുന്ന് പോകുന്ന വാഹനങ്ങളിൽ വന്നിട്ട് ടൂറിസ്റ്റുകളുടെ മേളിലേക്ക് കയറുമ്പോൾ അവരിൽ നിന്നും ഒരു നിശ്ചിത തുക ഈടാക്കിക്കൊണ്ട് കുപ്പി വെള്ളം കടത്തി വിടുകയും തിരികെ വരുമ്പോൾ ആ കുപ്പി തിരിച്ചു നൽകിയാൽ മാത്രം ആ തുക തിരിച്ചു കൊടുക്കുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഈ പൈസയെന്നോർത്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ കുപ്പി വലിച്ചെറിയാതെ തിരികെ കൊണ്ട് ഇവിടെ ബോട്ടിലിനകത്തിടാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. രാമക്കൽമേട്ടിലേക്ക് എത്തുന്ന സഞ്ചാരികളിൽ ഭൂരിഭാഗവും സമയം ചിലവഴിക്കുന്നത് കുറവൻ കുറത്തി പ്രതിമയുടെ സമീപമുള്ള പുൽമേട്ടിലും ആമക്കല്ല്, കാറ്റാടിപ്പാടം തുടങ്ങിയ പ്രദേശങ്ങളിലുമാണെങ്കിലും രാമക്കല്ലിലേക്കുള്ള ട്രക്കിംഗ് ആഗ്രഹിച്ചെത്തുന്നവരും നിരവധിയാണ്. രാമക്കല്ലിൽ തമിഴ്നാട് അധീന മേഖലയുടെ ടൂറിസം വികസനത്തിനായി വിവിധ പദ്ധതികളും തമിഴ്നാടിന്റെ പരിഗണനയിലുണ്ട്. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് കൈവശരേഖകളില്ലാത്തതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന പരാതിയുമായി സ്കൂൾ അധികൃതരും PTA-യും രംഗത്ത്. 2 ഏക്കറോളം വരുന്ന ഭൂമിക്കാണ് യാതൊരുവിധ രേഖകളുമില്ലാത്തത്. ഇത് തുടർ വികസനങ്ങൾക്ക് തടസ്സമായിരിക്കുകയാണ്. 1956 കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥാപിതമായത്. വർഷങ്ങൾക്ക് മുൻപ് ഇഷ്ടദാനമായി ലഭിച്ച 2.5 ഏക്കർ സ്ഥലത്താണ് പ്രദേശത്തെ ഏക വിദ്യാഭ്യാസ സ്ഥാപനമായ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇഷ്ടദാനമായി ലഭിച്ച സ്ഥലമായതിനാൽ ഇതിന് കൈവശ രേഖകളോ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളോ ഇല്ല. അതിനാൽ സ്കൂളിന്റെ സമഗ്ര വികസനം സാധ്യമാകുന്നില്ല എന്നാണ് ഉയരുന്ന ആരോപണം. ഇതു സംബന്ധിച്ച വിവരങ്ങൾ 14/8/2024 രേഖാമൂലം കളക്ടർക്ക് നൽകിയിട്ടുണ്ടെന്ന് ഹെഡ്മാസ്റ്റർ ബാബു കെ പറഞ്ഞു. ഈ സ്കൂൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അയാളുടെ 2 ഏക്കറോളം ഭൂമി ഈ സ്കൂളിനുണ്ട് എന്ന് പറയുന്നെങ്കിൽ തന്നെയും പിന്നെ വിദ്യാഭ്യാസ വകുപ്പിലോ അല്ലെങ്കിൽ റവന്യൂ വകുപ്പിലോ ഈ സ്കൂളിൻ്റേതായിട്ടുള്ള യാതൊരു കൈവശാവകാശ രേഖയുമില്ല. അതാണ് ഈ സ്കൂളിൻ്റെ വികസനത്തിന്, ഭൗതികമായ വികസനത്തിന് ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത്. പിന്നെ ഇവിടെ തൊട്ടടുത്തുള്ള മേമാരി എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റ് പ്രദേശത്തൊരു ഏകാധ്യാപക വിദ്യാലയമുണ്ട്. അവിടെ കൂടി നമ്മുടെ സ്കൂളിൻ്റെ വിദ്യാവാഹിനി എന്ന് പറയുന്ന പദ്ധതി വ്യാപിച്ച് അവിടുത്തെ കുട്ടികളെ കൂടി നമ്മുടെ സ്കൂളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറേ സഹായകമാകും. പിന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളിൽ പിന്നൊന്നാണ് യാത്രാക്ലേശമാണ്. യാത്രാക്ലേശം നമുക്ക് ഇവിടെ നിന്ന് 3:30 ശേഷം ഇവിടെ നിന്ന് പുറം ലോകത്തേക്ക് പോകാൻ യാതൊരു വാഹന സൗകര്യമില്ല. അത് നമ്മുടെ സ്കൂളിൻ്റെ അധ്യയനത്തെ വളരെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇതോടൊപ്പം 4.5 കിലോമീറ്റർ ദൂരത്ത് സ്ഥിതി ചെയ്യുന്ന മേമാരി സെറ്റിൽമെന്റ് കോളനിയിൽ പ്രവർത്തിക്കുന്ന ഏക അധ്യാപക വിദ്യാലയത്തിൽ 15 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ വിദ്യാർത്ഥികളെ കൂടി വിദ്യാവാഹിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കണ്ണമ്പടി സ്കൂളിലേക്ക് ചേർക്കണമെന്നും സ്കൂളിന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകമായ യാത്രാക്ലേശം പരിഹരിക്കണമെന്നും PTA പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, ഈ സ്കൂളിൽ ഒരു കൈവശാവകാശ രേഖ ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. 2011 കാലഘട്ടത്തിൽ ഇവിടെ CP സർവേ, ഭൂമി കേരളം പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് CP സർവേ ചെയ്ത കാലഘട്ടത്തിൽ
അന്ന് നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. പക്ഷേ നമുക്ക് സ്കൂളിൻ്റെ ഒരു വികസന നടപടികളിലേക്ക് വരുമ്പോൾ ഈ രേഖകൾ ചോദിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് അത് MLA യുടെ നേതൃത്വത്തിൽ തന്നെ ഈ ഒരു രേഖ സംഘടിപ്പിച്ച് തരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യാത്രാ സൗകര്യത്തിന്റെ അഭാവം മൂലം ഹാജർ നില വളരെ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഹോസ്റ്റൽ സൗകര്യം ഉൾപ്പെടെ ഏർപ്പെടുത്തിയാൽ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനാകും. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് വാഴൂർ സോമൻ MLAയ്ക്ക് സ്കൂൾ മാനേജ്മെന്റ് നിവേദനം നൽകി. അടിയന്തര നടപടി ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ആവശ്യം. ഇടുക്കിയിൽ ചന്ദനക്കടത്തു സംഘത്തിലെ പ്രധാനികൾ പിടിയിൽ. നെടുങ്കണ്ടം സന്യാസിയോടയിൽ ചന്ദനമരം ചെറു കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച സംഭവത്തിലെ തുടർ അന്വേഷണത്തിലാണ് 5 പേർ പിടിയിലായത്. സംഭവത്തിൽ 55 കിലോയോളം ചന്ദനക്കാതലും കണ്ടെത്തി. ഹൈറേഞ്ചിൽ നിന്നും ചന്ദനം കടത്തുന്നതിൽ പ്രധാന കണ്ണിയായ അങ്കിൾ എന്ന നെടുങ്കണ്ടം ചോറ്റുപാറ സ്വദേശി കളത്തിൽ ബാബു, രാമക്കൽമേട് തെള്ളിയിൽ ഹസൻ, സന്യാസിയോടയിൽ ചന്ദനം ചെത്തി കഷ്ണങ്ങളാക്കി വിൽക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന സന്യാസിയോട സ്വദേശി സച്ചു, തൂക്കുപാലം സ്വദേശികളായ അജികുമാർ, ഷിബു S എന്നിവരാണ് അറസ്റ്റിലായത്. സംഭവത്തിൽ ഒരാൾ മുൻപ് അറസ്റ്റിലായിരുന്നു. സന്യാസിയോടയിലെ ചന്ദനക്കേസിൽ കുമളി ഫോറസ്റ്റ് റേഞ്ച് സംഘം തുടർ അന്വേഷണം നടത്തുന്നതിനിടെയാണ് ഒളിവിൽ കഴിഞ്ഞിരുന്ന 3 പ്രതികളും ബാബുവും ഹസൻ കുഞ്ഞും അറസ്റ്റിലായത്. ചെറു കഷ്ണങ്ങളാക്കി കടത്തുന്നതിനായി സൂക്ഷിച്ചിരുന്ന 55 കിലോ കാതലും കണ്ടെത്തി. ഇവർ ഉപയോഗിച്ച കാറും കസ്റ്റഡിയിലെടുത്തു. കേസിലെ മുഖ്യ സൂത്രധാരനായ ലഗീധരൻ എന്ന കണ്ണൻ ഒളിവിലാണ്. ഇയാൾ അന്യസംസ്ഥാനത്തേക്ക് കടന്നതായാണ് സൂചന. കട്ടപ്പനയിൽ വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയിൽ കയറിയ മോഷ്ടാക്കൾ കടയിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിച്ചു. യുവാക്കളാണ് മോഷണത്തിന് പിന്നിലെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി കട്ടപ്പന പൊതുമാർക്കറ്റിലെ പച്ചക്കറി കടയ്ക്കുള്ളിലാണ് മോഷണം നടന്നത്. വർഷങ്ങളായി മാർക്കറ്റിൽ പച്ചക്കറി വ്യാപാരം നടത്തുന്ന അനീഷിന്റെ കടയിലാണ് മോഷണം നടന്നത്. കടയുടെ മുൻഭാഗം പ്ലാസ്റ്റിക് പടുത ഉപയോഗിച്ചാണ് അടച്ചിരുന്നത്. ഇത് നശിപ്പിച്ചുകൊണ്ടാണ് യുവാക്കളായ മോഷ്ടാക്കൾ കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. തുടർന്ന് മേശയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ചില്ലറ പൈസകൾ അപഹരിച്ചു. സംഭവത്തിൽ കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതായി അനീഷ് പറഞ്ഞു. ഞാൻ രാവിലെ വന്ന് കട തുറക്കുന്ന സമയത്ത് മേശ തുറന്ന് നടക്കുന്നുണ്ട്. എന്നൊക്കെ മുമ്പ് ഇവനായിരുന്നു വന്നിരിക്കുന്നത്. അവനത് ഇതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ ഇത് ക്യാമറ ചെക്ക് ചെയ്ത് നോക്കിയപ്പം ഇത് തുറന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞാൻ റിവേഴ്സ് അടിച്ച് നോക്കിയപ്പോൾ രണ്ട് പേര് വന്ന് ഇതിനകത്ത് കയറി പൈസ എടുക്കുന്നതായിട്ട് വിഷ്വലിനായിട്ട് കിട്ടിയിരുന്നു. ഞാൻ ഫോൺ ചെയ്തു. അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. അവർ വന്ന് നോക്കുമായിരുന്നു. നോക്കിയപ്പോൾ അവർ പോലീസുകാർ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. നോക്കാമെന്ന് പറയുന്നത് 2 പേരെ വന്നേക്കുന്നത്. കടയ്ക്കുള്ളിൽ പ്രവേശിച്ച 2 പേരെ കൂടാതെ 4 അംഗ സംഘം പൊതുമാർക്കറ്റിലൂടെ സംശയാസ്പദമായി നടക്കുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. മുൻപും സമാനമായ രീതിയിൽ കട്ടപ്പന പൊതുമാർക്കറ്റിനുള്ളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടന്നിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മോഷണങ്ങൾ വ്യാപകമാകുന്നത് വ്യാപാരികളിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. സംഭവത്തിൽ കട്ടപ്പന പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാത്തിക്കുടി മുരിക്കാശ്ശേരിയിൽ വൈദ്യുതാഘാതമേറ്റ് മധ്യവയസ്കൻ മരിച്ചു. മുരിക്കാശ്ശേരി കുഴിമറ്റത്തിൽ ജോയിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം കൊക്കോ പറിക്കുന്നതിനിടെ ഇരുമ്പ് തോട്ടി വൈദ്യുതി ലൈനിൽ തട്ടിയാണ് അപകടം സംഭവിച്ചത്. മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഫെറോന ദേവാലയ സെമിത്തേരിയിൽ സംസ്കരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMSന്റെ നേതൃത്വത്തിൽ നവംബർ 20-ന് സംസ്ഥാന വ്യാപകമായി മാർച്ചും ധർണയും സംഘടിപ്പിക്കും. പീരുമേട്ടിൽ നടത്തുന്ന ധർണ കേരള പ്രദേശ് പ്ലാന്റേഷൻ മസ്ദൂർ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സിബി വർഗീസ് ഉദ്ഘാടനം ചെയ്യും. നെടുങ്കണ്ടത്ത് നടക്കുന്ന സമരം BMS സംസ്ഥാന സെക്രട്ടറി KV മധുകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ തോട്ടം മേഖലയിൽ ജോലി ചെയ്തു വരുന്ന 10,000-കണക്കിന് തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണ് കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്നത്. തൊഴിലാളികളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി BMS പ്രക്ഷോഭത്തിലാണ്. തോട്ടം തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീട് നിർമ്മിച്ചു നൽകുക, ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക, മിനിമം വേതനം 800 രൂപയാക്കുക, പരിധിയില്ലാതെ നിയമാനുസൃത ബോണസ് നൽകുക, ഗ്രാറ്റുവിറ്റി PF കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കുക, അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BMSന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭ പരിപാടി നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, ഈ രംഗത്ത് നിന്ന് അംഗീകൃത തൊഴിലാളികൾ, സ്ഥിരം തൊഴിലാളികൾ ഇന്ന് വിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രംഗത്തേക്ക് ആകർഷകമായ വേതനമില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കിട്ടാത്തതുകൊണ്ടും ആകർഷകമായ ആനുകൂല്യം ലഭിക്കാത്തതുകൊണ്ടും ജീവിത സാഹചര്യങ്ങൾ മോശമായതുകൊണ്ടും ഈ രംഗത്തുനിന്ന് സ്ഥിരം തൊഴിലാളികൾ ഇന്ന് ഒഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മറവിലാണ് മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളെ, ഹിന്ദിക്കാരെയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മാനേജ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനെ ഒരു പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും
വീട് നൽകണമെന്നും അതുപോലെ തന്നെ പ്രതിദിന വേതനം 800 രൂപ ആക്കണമെന്നും, അത് നമുക്കറിയാം അടച്ചുപൂട്ടിയ തോട്ടങ്ങൾ 2000-ലാണ് ആദ്യമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് തോട്ടം പൂട്ടുന്നത്. അത് ബോണക്കാട് എസ്റ്റേറ്റാണ്. തിരുവനന്തപുരം ജില്ലയിലെ ബോണക്കാട് എസ്റ്റേറ്റ് പൂട്ടിയിട്ട് 24 വർഷങ്ങളായി. അതിനുശേഷമാണ് 2002-ലെ പീരുമേട് ടീ കമ്പനി, നമ്മുടെ ജില്ലയിലെ പീരുമേട് ടീ കമ്പനി അടച്ചുപൂട്ടി. അപ്പോൾ അടച്ചുപൂട്ടിയിട്ട് 22 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് 13 തോട്ടങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ 3 മാസത്തിനുള്ളിൽ തുറക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഈ ഗവൺമെൻറ്റിനെ കൊണ്ട് ഒരു തോട്ടം പോലും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് എന്നുള്ളത്. നവംബർ 20-ാം തീയതി ഇടുക്കി ജില്ലാ എസ്റ്റേറ്റ് മസ്ദൂർ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പീരുമേട്, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ പ്ലാന്റേഷൻ ഇൻസ്പെക്ടറുടെ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും. ധർണയിൽ BMS ജില്ലാ സെക്രട്ടറി KC സുനീഷ് കുമാർ, യൂണിയൻ നേതാക്കളായ SG മഹേഷ്, TK ശിവദാസൻ, P മോഹനൻ, S സുനിൽ, AP സഞ്ജു തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫെഡറേഷൻ ദേശീയ സമിതി അംഗം NB ശശിധരൻ, എസ്റ്റേറ്റ് മസ്ദൂർ സംഘം ജനറൽ സെക്രട്ടറി KC സുനീഷ് കുമാർ, ഫെഡറേഷൻ വൈസ് പ്രസിഡന്റ് B വിജയൻ, സംസ്ഥാന ട്രഷറർ SG മഹേഷ്, എസ്റ്റേറ്റ് മസ്ദൂർ സംഘം ട്രഷറർ VS രാജ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടിക്കാനത്തെ പീരുമേട് താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചു. ഓൾ ഇന്ത്യ റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് അഴകമ്പറയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ മൂലം പിന്തുടർച്ചക്കാർ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ വിസമ്മതിക്കുന്നതായും സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. റേഷൻ കടകളുടെ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കിറ്റ് കമ്മീഷൻ അനുവദിക്കുക, മണ്ണെണ്ണ വാതിൽപ്പടി വിതരണം ചെയ്യുക, ഉത്സവബത്ത അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി സമരം നടന്നിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് പീരുമേട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും സമരം നടന്നത്. മാർച്ചിന് ശേഷം സപ്ലൈകോ ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ കേരള റേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് S സദാശിവൻ അധ്യക്ഷനായിരുന്നു. ഓൾ ഇന്ത്യ റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ജോസ് അഴകമ്പ്രയിൽ സമരം ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാര രംഗത്തെ പ്രതിസന്ധികൾ മൂലം പിന്തുടർച്ചക്കാർ ഈ മേഖലയിലേക്ക് കടന്നുവരുവാൻ വിസമ്മതിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞത് 30,000 രൂപയെങ്കിലും ഒരു പോസ്റ്റ് കൈവശം വെച്ചിരിക്കുന്ന റേഷൻ വ്യാപാരിക്ക് നൽകി, അതോടൊപ്പം തന്നെ സെയിൽസ്മാൻ അടക്കം കടയുടെ വാടക അടക്കം കിട്ടാവുന്ന ഒരു സംവിധാനത്തിലേക്ക് തൊഴിൽ ചെയ്യുന്നവരെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് അധികാര വർഗത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഇതൊരു ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു ശബ്ദമല്ല. കാരണം ഏത് ഗവൺമെൻറ് ഭരിച്ചാലും തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അർഹമായ വേതനം കൊടുക്കണം. ഇന്നത്തെ കാലം പോകുന്നത്, ഒരു കാലഘട്ടത്തിൽ വെള്ളക്കാരൻ ഇവിടെ വന്ന് വഴിതെളിച്ച് ഈ പ്രദേശം വികസിച്ചിട്ട് ഉണ്ട് എങ്കിൽ ഇന്ന് വെള്ളക്കാരുള്ള നാട്ടിലേക്ക് നമ്മുടെ അടുത്ത തലമുറ കടന്നു കയറുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് മനസ്സിലാക്കാൻ അധികാരവർഗം തയ്യാറാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരള സ്റ്റേറ്റ് റേഷൻ റീറ്റെയിൽ ഡീലേഴ്സ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് PA അബ്ദുൾ റഷീദ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷന് കീഴിലെ പീരുമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും സമരത്തിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 107ാമത് ജന്മദിനം കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. രാജീവ് ഭവനിൽ നടന്ന പരിപാടി UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ഉദ്ഘാടനം ചെയ്തു. മണിപ്പൂരിൽ കലാപം കത്തിപ്പടർന്ന് കാലമേറെയായിട്ടും കലാപബാധിതരെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകാത്ത ഭരണാധികാരികൾ ഇന്ത്യ ഭരിക്കുമ്പോഴാണ് ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള ഒരു ഭരണാധികാരിയുടെ അഭാവം രാജ്യം തിരിച്ചറിയുന്നത്. ജനങ്ങളുടെ പ്രിയദർശിനിയായി, നവീന ഭാരതത്തിന്റെ ഇതിഹാസ നായികയായി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇന്ദിരാഗാന്ധിയുടെ ജീവിതം എരിഞ്ഞടങ്ങിയെങ്കിലും ലോകം ഉള്ളിടത്തോളം കാലം അവരുടെ ഓർമ്മകൾ നിലനിൽക്കുമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോഴാണ് മണിപ്പൂർ പോലെയുള്ള നമ്മുടെ സംസ്ഥാനം ഗോത്രവർഗക്കാരായിട്ടുള്ള ആളുകൾ തമ്മിലടിച്ച് അവിടെ കലാപത്താൽ ഒരു സംസ്ഥാനം മുഴുവനും വെന്തമർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയെ പോലെയുള്ള ഭരണകർത്താക്കളെ നമ്മൾ അനുസ്മരിച്ചു പോകും. പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നപ്പോൾ അതെയെല്ലാം വളരെ തന്റെ ഇടത്തോടുകൂടി അതെയെല്ലാം അടിച്ചമർത്തിക്കൊണ്ട് ഈ രാജ്യത്ത് എല്ലാവിധ വർഗീയ ശക്തികളെയും അടിച്ചമർത്തിക്കൊണ്ട് ഐക്യവും അഖണ്ഡതയും നിലനിർത്തുന്നതിന് വേണ്ടി ധീരോദാത്തമായ നേതൃത്വം നൽകിയ ഒരു ഭരണകർത്താവിനെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കുമ്പോൾ നമ്മുടെയെല്ലാം മനസ്സിലേക്ക് എത്തുന്നത്. ദളിത് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അരുൺകുമാർ കാപ്പുകാട്ടിൽ യോഗത്തിൽ വെച്ച ചുമതല ഏറ്റെടുത്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. DCC വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ, ദളിത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് PA സജി,
നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നേതാക്കളായ ജോമോൻ തെക്കേൽ, ഷാജി വെള്ളമാക്കൽ, സിജു ചക്കുമൂട്ടിൽ, അനീഷ് മണ്ണൂർ, ജോയി അനത്തോട്ടം, സിബി പാറപ്പായി തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനാഘോഷം രാജീവ് ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ദിരാഗാന്ധിയുടെ 107ാം ജന്മദിനം രാജീവ് ഫൗണ്ടേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. ലയൺസ് ക്ലബ് ഓഫ് എലൈറ്റ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ അപൂർവം സ്ത്രീ വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധിയെന്നും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച സ്ത്രീകളെ അവാർഡുകൾ നൽകി ആദരിക്കുന്ന ദിനമായി വരും വർഷങ്ങളിൽ ആചരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പഞ്ചാബിൽ വലിയ ഭീകരവാദം അഴിച്ചുവിട്ടുകൊണ്ട് രാജ്യത്തെ ഭരണ സംവിധാനത്തിനെതിരായി, രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിനെതിരായി, അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിനെതിരായി ഭീകരവാദം സൃഷ്ടിച്ചുകൊണ്ട്, ഭീകരത വളർത്തിക്കൊണ്ട് ഒരു രാജ്യത്തിനകത്ത് ബദൽ കറൻസി ഉൾപ്പെടെ ഖലിസ്ഥാൻ എന്ന രാജ്യം പ്രഖ്യാപിച്ച് കറൻസി ഉൾപ്പെടെ ബദൽ ഭരണ സംവിധാനം കൊണ്ടുവന്ന് രാജ്യത്തിനകത്ത് മറ്റൊരു രാജ്യം ഉണ്ടാക്കാനുള്ള പ്രവൃത്തിയിലേർപ്പെട്ടപ്പോൾ അതിനെതിരെ ശക്തമായ ഉറച്ച നിലപാടെടുത്തതിൻ്റെ പേരിൽ നിലപാടെടുത്ത് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ പഞ്ചാബിലെ സുരക്ഷാത്തിൽ നടത്തുന്നതിന്റെ പേരിൽ സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് കിടന്നു വീണ് മരിച്ച നമ്മുടെ പ്രിയദർശിനി ഇന്ദിരാ പ്രിയദർശിനിയുടെ ഓർമ്മകൾ നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നു നമുക്കറിയാം. ജില്ലാ ചെയർമാൻ പ്രശാന്ത് രാജു അധ്യക്ഷനായി. നെടുങ്കണ്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് സന്തോഷ് അമ്പിളിവിലാസം, പീരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, KC ബിജു, മനോജ് രാജൻ, ജോസ് കലയന്തിനാൽ, CM തങ്കച്ചൻ, PS രാജപ്പൻ, PP റഹീം തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ RSSന്റെ വർഗീയത വേരുപിടിക്കാത്തത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പ്രവർത്തകരും കാവലായി നിൽക്കുന്നതുകൊണ്ടാണെന്ന് CPM ജില്ലാ സെക്രട്ടറി CB വർഗീസ്. CPM കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം വള്ളക്കടവിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM കട്ടപ്പന സൗത്ത് ലോക്കൽ സമ്മേളനം നടന്നു. വള്ളക്കടവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ചിന് ശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ മുതിർന്ന അംഗം KR രാമചന്ദ്രൻ പതാക ഉയർത്തി. തുടർന്ന് പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി. മതനിരപേക്ഷതയുടെ പ്രഭവ കേന്ദ്രമാണ് കേരളം. LDF സർക്കാരിന്റെ 8 വർഷത്തെ ഭരണ കാലയളവിലെ ശ്രദ്ധേയമായ കാര്യം കേരളത്തിൽ ഒരു തരത്തിലുമുള്ള വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഭക്ഷണത്തിന്റെ പേരിൽ പോലും വർഗീയ ചേരിതിരിവും കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളും അരങ്ങേറുന്നു. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാത്തതിന് ഒരേയൊരു കാരണം CPIM പ്രസ്ഥാനമാണെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി CB വർഗീസ് പറഞ്ഞു. പ്രത്യശാസ്ത്ര രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണെന്നും ആ പ്രത്യശാസ്ത്ര രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ കാവലാളികളായി ഇന്ത്യ രാജ്യത്ത് നിൽക്കുന്നതും നിങ്ങളിവിടെ പ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം 12-ാം തീയതി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് CPMനെ വേട്ടയാടുന്നവരെല്ലാം പറഞ്ഞു ഇന്ത്യയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു. എപ്പോഴാ? സെപ്റ്റംബർ മാസം 12-ാം തീയതി CPMന്റെ ജനറൽ സെക്രട്ടറിയായ സഖാവ് സീതാറാം യെച്ചൂരി മരിച്ചപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ ആത്മാവ് ആരാണ്? ഇന്ത്യയുടെ മതനിരപേക്ഷ ആത്മാവ് കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന അഭിമാനബോധത്തോട് നമുക്ക് പോകണം, അല്ലേ? അതാണ് സഖാവ് സീതാറാം യെച്ചൂരി മരിച്ചപ്പോ ഇന്ത്യയുടെ മതനിരപേക്ഷയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. പൊതുസമ്മേളനത്തിൽ CPIM കട്ടപ്പന ഏരിയ സെക്രട്ടറി VR സജി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മാത്യു ജോർജ്, MC ബിജു, ടോമി ജോർജ്, KN ബിനു, പൊന്നമ്മ സുഗതൻ, KP സുമോദ്, ലോക്കൽ സെക്രട്ടറിമാരായ CR മുരളി, TGM രാജു, നഗരസഭാ കൌൺസിലർമാരായ സുധർമ്മ മോഹനൻ, ഷജി തങ്കച്ചൻ, ലോക്കൽ കമ്മിറ്റി അംഗം MB ഹരി തുടങ്ങിയവർ പങ്കെടുത്തു. വൃദ്ധദമ്പതികളെ മകനും മരുമകളും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിക്കുന്നതായി പരാതി. കട്ടപ്പന കുന്തളംപാറ ശാന്തിപ്പടി കൊല്ലപ്പള്ളിയിൽ ദിവാകരൻ, ഭാര്യ കമലമ്മ എന്നിവരെയാണ് മകനും ഇയാളുടെ ഭാര്യയും ചേർന്ന് ഭീഷണിപ്പെടുത്തുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. 6 വർഷം മുമ്പ് പ്രസാദ് മാതാപിതാക്കളുടെ പക്കൽ നിന്ന് നിർബന്ധപൂർവ്വം ആകെയുള്ള 10 സെന്റ് സ്ഥലവും വീടും എഴുതി വാങ്ങിയിരുന്നു. 2 ആൺകുട്ടികളുടെ മാതാവായ രജനിയെ ഇയാൾ 1 വർഷം മുമ്പ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്ന് താമസം ആരംഭിച്ചു. ഇതിനുശേഷം നിരന്തരം ഉപദ്രവിക്കാനും വീട്ടിൽ നിന്ന് ഇറക്കിവിടാനും ശ്രമിക്കുന്നതായി കമലമ്മ ആരോപിച്ചു. എൻ്റെ പേര് കമലമ്മ. എൻ്റെ മകന് ഇപ്പം 50 വയസ്സായി. 48 വയസ്സ് വരെ ഞാൻ ഒത്തിരി കല്യാണങ്ങൾ ആലോചിച്ചു. ഒരു കല്യാണം അവന് ഇഷ്ടപ്പെട്ടില്ല. അത് പോയിട്ട് ഇപ്പം ഒരു 1.5 കൊല്ലം കഴിഞ്ഞ് ഒരു വെമ്പർന്നത്തെ വിളിച്ചുകൊണ്ട് വന്നു. അത്
2 ആമക്കളുള്ള പ്രായപൂർത്തിയായ 2 ആമക്കളുള്ള തള്ളേനെ അവർ വന്ന നാൾ തൊട്ട് എന്നെ അടിച്ചിറക്കി കോടതിയിൽ നിന്ന് അവർ ഉത്തരവ് മേടിച്ചുകൊണ്ട് വന്നെന്നും പറഞ്ഞ് അടിച്ചിറക്കി ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു. അവിടുന്ന് പിന്നെ കോടതിയിൽ നിന്ന് കേസായി, പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു, കോടതിയിൽ നിന്ന് കേസായി. അവിടുന്ന് പിന്നെ എനിക്ക് അവിടുന്ന് ഒരു മുറി കിട്ടി. ആ മുറിയുടെ ഉത്തരവാദിത്തം പോലീസുകാരെന്നെ ഇവിടെ കൊണ്ടുവന്ന് താക്കോലും മേടിച്ച് എന്നെ ഇവിടെയാക്കി എല്ലാ സൗകര്യവും കൊടുക്കണമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ അന്ന് തൊട്ട് എനിക്ക് പീഡനങ്ങൾ മാത്രമേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് കന്നുകാലിക്കൂട്ടിലാണ് കിടക്കുന്നത്. അങ്ങേര് ബാത്റൂമിൽ കയറാൻ വരുമ്പം അവൾ തെറിയാണ്. തെറി കാരണം പുള്ളി പേടിച്ചിപ്പം വരുന്നില്ല. ആരെ ആക്രമിക്കാനൊരു സ്വഭാവമാണ് ആ സ്ത്രീയെ. മകനും അതിനോടൊത്ത് നിൽക്കുവാണ്. ഞങ്ങൾക്ക് 40 സെൻറ്റ് സ്ഥലം പുറകു വശം കിടന്നു. അത് വിറ്റേച്ച് ബൈപ്പാസിൻ്റെ അവിടെ 10 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അതിനകത്ത് പെര വെച്ചു. ഇപ്പോൾ 19 വർഷമായി പെര വെച്ചിട്ട്. 6 വർഷം മുമ്പ് അവൻ പറഞ്ഞു ഇത് എഴുതി വേണമെന്ന് പറഞ്ഞ് ഞങ്ങളെ എന്നെ ഭീഷണിപ്പെടുത്തി തുടങ്ങി. അങ്ങനെ ഭീഷണിപ്പെടുത്തി മടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കാരണവരോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. അപ്പം അത് എഴുതി കൊടുത്തു. കാരണവർ കൊടുക്കുകയില്ലായിരുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചു. ഞങ്ങളുടെ അമ്മയും പെങ്ങളും കൂടെ നിർബന്ധിച്ചാണ് അത് എഴുതി കൊടുത്തത്. എഴുതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ നല്ല കുടുംബമൊക്കെ നോക്കുമായിരുന്നു. ഈ 1 കൊല്ലം മുമ്പ് ആ പെമ്പർനോത്തിയും കൊണ്ട് വന്ന കാലം തൊട്ട് ഞങ്ങളെ നോക്കുകയില്ല. അന്ന് തൊട്ട് ഇവർ പീഡനമാണ്. 2 പേരും കൂടിയാണ്. വീട്ടിലെ കിടക്കകൾ നശിപ്പിക്കുകയും ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ വീട് അടച്ചിടുന്നതായും ഇവർ പറയുന്നു. പലതവണ കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നാണ് വൃദ്ധ ദമ്പതികളുടെ പരാതി. വീടിനുള്ളിൽ പ്രവേശിപ്പിക്കാത്തതിനാൽ ദിവാകരന് പുറത്തുള്ള തൊഴുത്തിലാണ് അന്തി ഉറങ്ങുന്നത്. നഗരസഭാ അധികൃതരും പോലീസും വിഷയത്തിലിടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കമലമ്മ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ്സ് കോൺക്ലേവ് 2024 നടന്നു. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് കോൺക്ലേവിൽ ഓൺലൈനായി സംബന്ധിച്ചു. പ്രമുഖ വ്യവസായി നവാസ് മീരാൻ കോൺക്ലേവിന്റെ ഭാഗമായി. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെയും അടിമാലി ടൗണിന്റെയും വികസന കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്നതിനും പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് സമഗ്ര വികസന ടൂറിസം ചർച്ചാ സദസ്സ് കോൺക്ലേവ് 2024 സംഘടിപ്പിച്ചത്. അടിമാലിയുടെ പൊതുവികസനത്തിനും ടൂറിസം വളർച്ചയ്ക്കും വേണ്ടുന്ന കാര്യങ്ങളും ആശയങ്ങളും കോൺക്ലേവ് ചർച്ചയ്ക്ക് വിധേയമാക്കി. ഗ്രാമപഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കോൺക്ലേവിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. വികസനം എത്തിച്ചേരുന്നില്ല എന്നുള്ള കാര്യം അതിപ്പോഴല്ല, ഞാൻ ജനപ്രതിയായപ്പോഴും അതിന് മുമ്പും എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനൊരു അരുതി വരുത്താൻ വേണ്ടി ഒരു കോൺക്ലേവ് നടത്തി നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഡീൻ കുര്യാക്കോസ് MP കോൺക്ലേവിൽ ഓൺലൈനായി സംബന്ധിച്ചു. പ്രമുഖ വ്യവസായി നവാസ് മീരാൻ കോൺക്ലേവിന്റെ ഭാഗമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ കോൺക്ലേവിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം, ജില്ലാ പഞ്ചായത്ത് അംഗം സോളി ജീസസ്, മറ്റ് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വാണിജ്യ രംഗത്തെ ആളുകൾ തുടങ്ങിയവർ കോൺക്ലേവിന്റെ ഭാഗമായി. ചർച്ചാ സദസ്സിലൂടെ ഉരുത്തിരിഞ്ഞുവന്ന ആശയങ്ങളും കാഴ്ചപ്പാടുകളും അടിസ്ഥാനപ്പെടുത്തി അടിമാലിയുടെ സമഗ്ര വികസന പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരാനാകുമെന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രതീക്ഷ. ദേവികുളം താലൂക്ക് വികസന സമിതി യോഗത്തിൽ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കാത്തതിനെതിരെ വിമർശനവുമായി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P പളനിവേൽ. താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് P പളനിവേൽ കുറ്റപ്പെടുത്തി. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കുറവ് പരിഹരിക്കണമെന്ന് നാളുകളായി പറയുന്നതാണെന്നും അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്നും പളനിവേൽ വ്യക്തമാക്കി. താലൂക്ക് പരിധിയിലെ വിവിധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും പരിഹരിക്കപ്പെടേണ്ട വിവിധ വിഷയങ്ങൾ അവതരിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന യോഗമാണ് താലൂക്ക് വികസന സമിതി യോഗം. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമൊക്കെ യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ കഴിഞ്ഞ ദിവസം ചേർന്ന ദേവികുളം താലൂക്ക് വികസന സമിതി യോഗത്തിൽ വിവിധ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുക്കാതെ വന്ന സാഹചര്യത്തിലാണ് വിമർശനവുമായി CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി P പളനിവേൽ രംഗത്ത് വന്നത്. താലൂക്ക് വികസന സമിതി യോഗം വെറും പ്രഹസനമായി മാത്രമേ കാണാൻ കഴിയൂവെന്ന് P പളനിവേൽ കുറ്റപ്പെടുത്തി. അതായത് താലൂക്ക് സഭ ചർച്ച ചെയ്യുന്നു. ആ ചർച്ചയിൽ കൂടി എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കണമെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ നടപ്പിലാക്കണമെങ്കിൽ ജനപ്രതിനിധികൾ ഉറപ്പായിട്ട് പറയാനുള്ള ആൾ വേണ്ടേ?
അവർ MLA പറഞ്ഞിട്ടാണ് ഈ സമിതി വന്ന് 2-ാം തീയതി ഉള്ളത് മാറ്റിവെച്ചെന്ന് പറയുന്നു. അപ്പോൾ ഇന്നുള്ള യോഗം വന്ന് MLAക്ക് അറിയാൻ MLA പറയുന്നു. MLA ഇല്ല, യോഗത്തിലില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റും? ഈ വികസന കമ്മിറ്റി വെറുതെ പ്രകസനം മാത്രമായിട്ടുള്ള അങ്ങനെ കാണാൻ പറ്റും. ജനപ്രതിനിധികൾ പങ്കെടുക്കാതെ വരുന്ന സാഹചര്യത്തിൽ യോഗം ചേർന്ന് എങ്ങനെ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുമെന്നും താലൂക്ക് വികസന സമിതിയിൽ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാൻ തീരെ താൽപ്പര്യമില്ലാത്ത സാഹചര്യമാണ് കാണുന്നതെന്നും പി. പളനിവേൽ പറഞ്ഞു. താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും കുറവ് മാറ്റണമെന്ന് നാളുകളായി പറയുന്നതാണെന്നും അക്കാര്യത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ലെന്നും പളനിവേൽ വ്യക്തമാക്കി. ഉണർവ് കട്ടപ്പന 2024 സുവിശേഷ യോഗം CSI ഗാർഡനിൽ ആരംഭിച്ചു. വിവിധ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തി. വിവിധ പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിൽ 18 മുതൽ 24 വരെയാണ് കട്ടപ്പന CSI ഗാർഡനിൽ ഉണർവ് കട്ടപ്പന 2024 എന്ന പേരിൽ സുവിശേഷ യോഗവും ഉപവാസ പ്രാർത്ഥനയും നടക്കുന്നത്. ചെയർമാൻ പാസ്റ്റർ UA സണ്ണി, പാസ്റ്റർ ഏലിയാസ് ആൻഡ്രൂസ്, പാസ്റ്റർ സുഭാഷ് കുമരകം, പാസ്റ്റർ റോബിൻ ബാബു, റവറൻ ഡോക്ടർ VM ജേക്കബ്, പാസ്റ്റർ ജോയി പാറയ്ക്കൽ, പാസ്റ്റർ ജോബി T. അലക്സ്, പാസ്റ്റർ ബിജോയി മല്ലപ്പള്ളി എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ആദ്യ ദിനം പാസ്റ്റർ ഷിബു ഫിലിപ്പ് സമർപ്പണ ശുശ്രൂഷ നടത്തി. അതേ സാന്നിധ്യം ഇന്ന് തൊട്ട് തുടർന്നുള്ള 7 ദിനരാത്രങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതിനായി ഞങ്ങൾ അവളോട് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗമതിനായി ഞങ്ങളെ സഹായിക്കണം. അഭിഷക്തന്മാരെ ഞങ്ങളുടെ മധ്യേ അവിടുന്ന് അയച്ചുകൊള്ളുമാറാകണമേ. ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ വിടുതൽ ശുശ്രൂഷകളും വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ കൺവെൻഷനും നടക്കുമെന്ന് ചെയർമാൻ പാസ്റ്റർ UA സണ്ണി അറിയിച്ചു. ഉണർവ് കട്ടപ്പന കൊയർ സംഘം ഗാന ശുശ്രൂഷ നടത്തും. കട്ടപ്പന, ഇടുക്കി, ചപ്പാത്ത്, കുമളി, നെടുങ്കണ്ടം മേഖലകളിൽ നിന്നുള്ളവർ കൺവെൻഷനിൽ പങ്കെടുക്കും. ആദ്യ ദിനത്തിലെ ശുശ്രൂഷകൾക്ക് പാസ്റ്റർ സജി ജോൺ, പാസ്റ്റർ മോൻസി മാത്യു, പാസ്റ്റർ ജോബി ജോസഫ്, പാസ്റ്റർ അമൽ KU, പാസ്റ്റർ അനൂഷ് A. സണ്ണി, പാസ്റ്റർ TM സണ്ണി എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചാർ മറ്റപ്പള്ളി കോളനി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം. ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കഴിഞ്ഞ ദിവസം റോഡിലെ ഉരുളൻ കല്ലിൽ ചവിട്ടി വീണ പ്രദേശവാസിയുടെ കാലിന് ഗുരുതര പരിക്കേറ്റിരുന്നു. വർഷങ്ങളായി അവഗണനയുടെ വക്കിൽ കിടക്കുന്ന കാഞ്ചിയാർ തൊപ്പിപ്പാള മറ്റപ്പള്ളി കോളനി റോഡ് നവീകരിക്കണമെന്ന ആവശ്യമാണ് വീണ്ടും ശക്തമാകുന്നത്. റോഡ് പൊളിഞ്ഞ വലിയ ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത്. 200 മീറ്ററോളം റോഡ് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഇവിടെ കയറ്റമായതിനാൽ വാഹനങ്ങൾ ഏറെ സാഹസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന ചെരുവിള പുത്തൻ വീട്ടിൽ മഹേഷ് ഉരുളൻകല്ലിൽ ചവിട്ടി വീഴുകയും കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കാൽനട യാത്ര പോലും ദുഷ്കരമായ റോഡിലൂടെ ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ യാത്ര ചെയ്യുന്നത്. ഞാൻ പണിയും കഴിഞ്ഞ് വരുമായിരുന്നു. അപ്പോൾ നമ്മളൊരു കൂട്ടുകാരൻ്റെ വണ്ടിയിൽ കയറി സാധനമെല്ലാം മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നപ്പോഴത്തേനും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വഴിയിലോട്ട് ഉരുളക്കെല്ലാം ചവിട്ടി മറിഞ്ഞടിച്ച് വീണ് കാല് 2ആയിട്ട് ഒടിഞ്ഞു പോയി. പട്ട ഇവിടെ ഒന്ന് ഒടിഞ്ഞു, പിന്നെ മുകളിലും ബോട്ടിലുണ്ട്. സഹകരണത്തിൽ ചെന്നപ്പോഴത്തേനും അവിടെ 85,000 രൂപ വേണമെന്ന് പറയും. ഓപ്പറേഷൻ തന്നെ എല്ലാം കൂടെ 1.5 ലക്ഷം രൂപ വേണമായിരുന്നു. അതുകൊണ്ടുള്ള സാഹചര്യം നമുക്കില്ല. അതുകൊണ്ട് കുശലാമ്പട്ടി പോയി തിരുമിച്ചിട്ടിരിക്കുക. പിന്നെ 3-4 ദിവസം കൂടുമ്പോഴത്തേനും കുശലാമ്പട്ടിക്ക് വേണം. 10,000 രൂപ മുടക്കാം. ഒരു നിവൃത്തിയില്ല. പിന്നെ പോകാതിരിക്കാൻ പറ്റില്ല. 2 പിള്ളേരും പെണ്ണുപിള്ളയാണ്. ഈ റോഡ് കിടക്കാൻ നോക്കിയാൽ ഒരു 5-8 മാസം മേളിലായി. നമ്മൾ ഒരു സമരമൊക്കെ നടത്തിയാണ് അവർ താഴെ കോൺക്രീറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് അറിഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ഒന്നും ആയിട്ടില്ല. ഒരു വണ്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതോടൊപ്പം ഇരുചക്ര വാഹനങ്ങളും ഓട്ടോ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി കടന്നു പോകുന്നത്. മേഖലയിൽ അപകടങ്ങൾ പതിവാണെന്നും ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ റോഡാണ്. ഇതുകൊണ്ടോ ഒരു കാരണത്തിലില്ല, നടന്നു പോലും പോകത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കനിലെ നടന്നു പോയതാ. ആ കൊച്ച് ഇവിടെ വീണ് അതിൻ്റെ കാല് വട്ടം ഒടിഞ്ഞിരിക്കുക. സഹകരണാശുപത്രി കൊണ്ടുപോയി 85,000 രൂപ ആകുമെന്ന് പറഞ്ഞു. ഇവിടെ പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി. ആ കൊച്ചാണ്ട് കൂലിപ്പണി ഇരുന്നൊരു ചെറുക്കനാണ്. കരോട്ട് 2 കുഞ്ഞു പിള്ളേരും ഉണ്ട്. കരോട്ട വീട്ടിൽ ഒരു 3-4 മാസത്തിന് ഇപ്പോൾ കിടപ്പാ കൊച്ച് തൊട്ട് കരോട്ട വീട്ടിൽ. ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 7 മണിക്ക് സംഭവിച്ചത്. അത് ഒരു കാരണത്തില്ല വണ്ടി ഓടിച്ചുകൊണ്ട് ഈ റോഡിൽ കൂടെ പോകത്തില്ല. എത്രയോ തവണ അധികാരികളോട് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഒന്നും ശരിയാക്കി തന്നിട്ടില്ല. റോഡിന്റെ നവീകരണത്തിനായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.
വാത്തിക്കുടി പഞ്ചായത്തിലെ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണത്തിന് നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധം ശക്തം. മുരിക്കാശ്ശേരിയുടെ വികസനത്തിന് ഏറെ പ്രാധാന്യമുള്ള ബൈപ്പാസിന്റെ നിർമ്മാണത്തിൽ 15 വർഷമായി അധികൃതരുടെ അലംഭാവം തുടരുന്നതായാണ് നാട്ടുകാരുടെ ആരോപണം. മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് പടിക്കൽ നിന്നും പോലീസ് സ്റ്റേഷൻ പടിക്കലേക്കുള്ള ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം കഴിഞ്ഞ 15 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. ടൗണിലെ തിരക്ക് ഒഴിവാക്കുന്നതിനും റോഡ് കടന്നുപോകുന്ന പ്രദേശത്തെ നിരവധി ജനങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്നുമുള്ള ലക്ഷ്യത്തിലാണ് പദ്ധതി അധികൃതർ ഏറ്റെടുത്തത്. തുടർന്ന് നാട്ടുകാരുടെ നിരവധി സമ്മർദ്ദങ്ങൾക്കൊടുവിൽ 2012-ൽ 50 ലക്ഷം രൂപ അനുവദിച്ചതായി അന്നത്തെ MLA-യും ഇപ്പോൾ മന്ത്രിയുമായി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. എനിക്ക് പുറകിൽ കാണുന്ന ഈ മുരിക്കാശ്ശേരി ബൈപ്പാസിന്റെ നിരവധി തവണ വാർത്തകൾ നമ്മൾ വാർത്താമാധ്യമങ്ങളിൽ കണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 12 വർഷക്കാലമായി ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ വളരെ ദുർഘടമാണ്. പാവനാത്മ കോളേജ്, മാർത്തലിവ കോളേജ്, മുരിക്കാശ്ശേരി ടൗണ്, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ വിവിധ സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് എളുപ്പത്തിൽ ചെല്ലാനും നിരവധി യാത്രക്കാർ ദിവസം പ്രതി കടന്നു പോകുന്ന ഒരു വഴിയാണ് ഇത്ര ദുർഘടമായി ഇവിടെ കാണുന്നത്. ഈ വർഷവും സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റിൽ 20 കോടി രൂപ അനുവദിച്ചെങ്കിലും പൈസ വകയിരുത്തുകയോ അതിൻ്റെ എസ്റ്റിമേറ്റ് നടപടികൾ പൂർത്തീകരിക്കുകയോ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല. നാട്ടിലെ ജനങ്ങൾക്കും ഈ നാട്ടിലെ നിരവധിയായ ആളുകൾക്കും ആശുപത്രി പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഏറ്റവും വേഗത്തിൽ ചെല്ലേണ്ട ഈ റോഡ് അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ഇതിൻ്റെ സ്ഥിതിഗതികൾ അടിയന്തരമായി ഉദ്യോഗസ്ഥർ വന്ന് വിലയിരുത്തി നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായ ഈ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പിന്നീട് പദ്ധതി നടപ്പിലായില്ലെന്ന് മാത്രമല്ല, വീണ്ടും റോഡിനു വേണ്ടി പുതിയ പ്രഖ്യാപനങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. പാവനാത്മ കോളേജ്, പെട്രോൾ പമ്പ്, ട്രഷറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നതിനും ചെമ്പകപ്പാറ, പെരിഞ്ചക്കുട്ടി, മേലെച്ചിന്നാർ, പടമുഖം മേഖലയിൽ നിന്നും വരുന്ന യാത്രക്കാർക്ക് ടൗണിലെ തിരക്കിൽപ്പെടാതെ കരിമ്പൻ ഭാഗത്തേക്ക് പോകുന്നതിനും ബൈപ്പാസ് പ്രയോജനപ്പെടും. കഴിഞ്ഞ സർക്കാർ ബജറ്റിലും ബൈപ്പാസ് റോഡിന് തുക നീക്കിവച്ചതായി രാഷ്ട്രീയ നേതാക്കളുടെ പ്രചരണമുണ്ടായി. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും അടിയന്തരമായി ബൈപ്പാസ് നിർമ്മാണം ആരംഭിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരത്തിന്റെ വളർച്ചയ്ക്കൊപ്പം വ്യാപാരികളുടെ അംഗബലം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മർച്ചന്റ് അസോസിയേഷൻ കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK തോമസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാവരും സ്ഥാപനങ്ങളിൽ കീഴിൽ ഇറങ്ങിയപ്പോഴാണ് പലരുടെയും മെമ്പർഷിപ്പ് ഇല്ലാത്ത കാര്യം തിരിച്ചറിയുന്നത്. നമുക്ക് സാധാരണക്കാരായ ആളുകളെ ഈ സംഘടനയുടെ അംഗങ്ങളായി ചേർത്ത് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുക, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ഇടുക്കി ജില്ലയിൽ 140 യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ യൂണിറ്റുകളെക്കാളെല്ലാം ശക്തവും എണ്ണത്തിൽ അംഗബലത്തിൽ മെച്ചമായിട്ടുള്ളതുമായ ഒരു യൂണിറ്റാണ് കട്ടപ്പന യൂണിറ്റ്. കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് 54 വർഷത്തെ പാരമ്പര്യമുള്ള ഈ സംഘടന ടൗണിന്റെ വളർച്ചയ്ക്ക് ഒപ്പം നമ്മുടെ സംഘടനയുടെ അംഗബലവും വർദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അംഗങ്ങളിൽ മരണമടഞ്ഞവരുടെ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ നൽകുന്ന കാരുണ്യ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം വർക്കിംഗ് പ്രസിഡന്റ് സിജോമോൻ ജോസ് നിർവഹിച്ചു. നമ്മുടെ ജില്ലയിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് കട്ടപ്പനയിൽ നിന്നാണ് ചേർത്തിരിക്കുന്നത്. അതിന്റെ 2ാം പാദത്തിൽ ഇന്ന് ആരംഭം കുറിക്കുകയാണ്. സംഘടനയുടെ പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ആദ്യമേ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന രീതിയിൽ സംഘടനയുടെ ശാക്തീകരണമാണ് ലക്ഷ്യം വെച്ചത്. അതിന് പ്രകാരമാണ് അദ്ദേഹം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ആഴ്ച, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ആഴ്ച സംഘടനയുടെ മെമ്പർഷിപ്പ് വിതരണവും അതോടൊപ്പം വ്യാപാരികളുടെ സുരക്ഷയും നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതി, ഇത് രണ്ടും നമുക്ക് ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കണമെന്നുള്ള രീതിയിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 9 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് ടൗണിന്റെ വിവിധയിടങ്ങളിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തിയത്. യൂണിറ്റ് ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട, ട്രഷറർ KP ബഷീർ, വൈസ് പ്രസിഡന്റുമാരായ രാജേന്ദ്രക്കുറുപ്പ്, ബൈജു വെമ്പേനി, വനിതാ വിംഗ് ജില്ലാ സെക്രട്ടറി റോസമ്മ മൈക്കിൾ, ജില്ലാ കമ്മിറ്റി അംഗം ആഗ്നസ് ജോസ്, മുംതാസ് ഇബ്രാഹിം, ഷമീജ് K ജോർജ്, ഷിയാസ് AK, അജിത് സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ മുരിക്കാട്ടുകുടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ അധ്യാപിക ലിൻസി ജോർജിന്റെ നേതൃത്വത്തിൽ തൊപ്പിപ്പാളയിൽ 2 കുട്ടികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ഈ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. കുടുംബങ്ങളുടെ ദുരവസ്ഥ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെയാണ് ഈ അധ്യാപിക സഹായഹസ്തവുമായി എത്തിയത്.
ഈ കുടുംബങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ലിൻസി ജോർജ് എന്ന അധ്യാപിക ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുകയും സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിനെ കൂട്ടുപിടിച്ച് ഇവരുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിനു വേണ്ടി ദൗത്യം ഏറ്റെടുക്കുകയുമായിരുന്നു. 4 മാസം മുമ്പ് തറക്കല്ലിട്ട വീടിന്റെ പണി ഏകദേശം 95% പൂർത്തിയായി. കതകും ജനലും പിടിപ്പിച്ച് ടൈൽ വർക്കുകളും പൂർത്തീകരിച്ചാൽ വീടിന്റെ പണികൾ തീർക്കാൻ കഴിയുമെന്ന് ലിൻസി ജോർജ് പറഞ്ഞു. ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ സോഷ്യൽ സർവീസ് ടീമിന്റെ നേതൃത്വത്തിലുള്ള 2 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരു വീടിന്റെ പണി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നോ ഇതര ഏജൻസികളിൽ നിന്നൊന്നും ഒരു സഹായം കിട്ടാത്ത വീടുകൾക്കാണ് നമ്മൾ മനസ്സുകളുടെ സഹായത്തോടെ വീട് നിർമ്മിച്ച് നൽകിയത്. ഇതിന് സഹായമായിട്ട് വളരെ പേര് കൂടെ നിന്നു. പ്രത്യേകിച്ചും സ്കൂൾ ഹെഡ് മാസ്റ്ററും പ്രിൻസിപ്പളും PTA എല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയൊരു സഹായം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. വീട് പണി ഏകദേശം 3/4 ഭാഗം തീർന്നു. ഇനി ടൈൽ വർക്കും പ്ലംബിങ്, വയറിങ് ഈ പണികളാണ് ഇനിയുള്ളത്. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. 2 മുറികളും 1 ഹാളും അടുക്കളയും വർക്ക് ഏരിയയോടും കൂടിയ വീടിന് ഇതുവരെ 4 ലക്ഷത്തോളം രൂപ ചിലവഴിച്ചു. ഇനിയും 1 ലക്ഷത്തോളം രൂപ കൂടി മുടക്കിയാൽ മാത്രമേ വീട് പണി പൂർത്തിയാക്കാൻ കഴിയൂ. 1 മാസത്തിനുള്ളിൽ ബാക്കി പണികൾ കൂടി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടീച്ചർ. പൈനാവ് ശാന്തിവനം സെന്റ് ആന്റണീസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന പ്രദക്ഷിണത്തിന് പൈനാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ക്ഷേത്രം പ്രസിഡന്റ് MD അർജുനന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. മതമൈത്രിയുടെ വേറിട്ട കാഴ്ചയാണ് പൈനാവിൽ നിന്നും കാണാൻ സാധിച്ചത്. പൈനാവ് കപ്പലിൽ നിന്ന് ആരംഭിച്ച പ്രദക്ഷിണത്തിൽ ഇടവക വികാരി ഫാദർ ഫെർണാണ്ടോ കല്ലുപാലത്തിനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രദക്ഷിണത്തിൽ പങ്കെടുത്ത വിശ്വാസികൾക്ക് കുടിവെള്ളവും മധുര പലഹാരങ്ങളും ക്ഷേത്രം ഭാരവാഹികൾ നൽകി. പൈനാവ് ശാന്തിവനം ദേവാലയത്തിന് തിരുനാൾ മഹോത്സവമാണ് ഇന്ന് പൈനാവ് ജംഗ്ഷനിലെ കുരിശടിയിൽ നിന്നും ആരംഭിച്ച റാസയ്ക്ക് പൈനാവ് ശ്രീമഹാവിഷ്ണു ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ ഭക്തജനങ്ങൾ ഉൾപ്പെടെ ഗവൺമെൻറ് എഞ്ചിനുകളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ നാട്ടിൽ താമസിക്കുന്ന മുഴുവൻ പേരുടെയും പേരിൽ അവർക്ക് ആദരവ് നൽകുകയും എല്ലാവരോടും സ്നേഹവും കടപ്പാടും അറിയിക്കുകയും ചെയ്തു. മതമൈത്രിയുടെ ഏറ്റവും വലിയ ചിഹ്നമായി പൈനാവിലെ ഇന്നത്തെ ഈ സംഭവം മാറിയിരിക്കുകയാണ്. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് MT അർജുനൻ, സെക്രട്ടറി C രാജു, ബിജി MD, MK ചന്ദ്രൻ, ബിജു തെക്കരിക്കൽ, മനോജ് R, TK സാബു, ദിവാകരൻ VG, അനിൽകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫാദർ ഫെർണാണ്ടോ കല്ലുപാലം ക്ഷേത്രം ഭാരവാഹികൾക്ക് ഇടവക സമൂഹത്തിന്റെ പേരിൽ നന്ദിയും അറിയിച്ചു. മുരിക്കാശ്ശേരി ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ കരിയർ മാപ്പിംഗ് സെമിനാർ സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സെമിനാറിൽ കരിയർ ഗൈഡൻസ് ട്രെയിനർ മനോജ് ഗോവിന്ദ് ക്ലാസ് നയിച്ചു. പാഠ്യേതര വിഷയങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് ശേഷം മെച്ചപ്പെട്ട തൊഴിലുകൾ കണ്ടെത്തുന്നതിനും ഭാവിയിൽ ജീവിതത്തിൽ ലക്ഷ്യബോധം കൈവരിക്കുന്നതിനുമെല്ലാം പ്രയോജനപ്പെടുത്തുവാനാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ മാപ്പിംഗ് സെമിനാർ സംഘടിപ്പിച്ചത്. ലോകത്തിലെ 220 രാജ്യങ്ങളിലായി ഏതാണ്ട് 15 ലക്ഷം അംഗങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനങ്ങൾക്ക് കഴിയുന്ന മുരിക്കാശ്ശേരി അഭിവൃദ്ധിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കരിയർ ഗൈഡൻസ് ട്രെയിനർ മനോജ് ഗോവിന്ദ് സെമിനാർ നയിച്ചു. മുരിക്കാശ്ശേരി ലയൺസ് ക്ലബ് യൂണിറ്റ് പ്രസിഡന്റ് റെജി ജോസഫ് അധ്യക്ഷനായിരുന്നു. സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു, ലയൺസ് ക്ലബ് ഭാരവാഹികളായ ജോമൻ ജോസഫ്, സുഭാഷ്, തോമസ് കാരക്കാവയലിൽ, വിൻസെന്റ് ജോസഫ്, PJ ജോസഫ്, ജോണിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടിക്കാനം മരിയൻ കോളേജിന്റെ നേതൃത്വത്തിൽ മാട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിൽ പഠന പരിപോഷണ പരിപാടി സംഘടിപ്പിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്ക് സാമൂഹ്യ സേവനത്തിനും സമൂഹത്തോടുള്ള പ്രതിബദ്ധത മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനും ആവശ്യമായ ക്ലാസുകൾ നൽകുന്നതിനു വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു K. ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇന്നലകളിൽ നമുക്ക് ഭാരതത്തിൽ ജീവിച്ചതുപോലെ നാളെ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഭാവി തലമുറയ്ക്ക് നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും ഇവിടുത്തെ ബികോമും കഴിഞ്ഞ് യൂറോപ്പിലോ അമേരിക്കയിലോ ഏതെങ്കിലും കോർപ്പറേറ്റ് കമ്പനികളുടെ ഓഫീസുകളിൽ മാത്രം ഇരിക്കുന്നവരല്ല. നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടി, നമ്മൾ ജനിച്ച നാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടവരാണ്, ചിന്തിക്കേണ്ടവരാണ് എന്നൊരു ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു.
പഞ്ചായത്ത് അംഗം സോണിയ ജെറി, ഹെഡ് മിസ്ട്രസ് റാണി തോമസ്, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ, PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ആലടി ഹെൽത്ത് സബ് സെന്ററിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയത്. ആലടി ഗവൺമെന്റ് ആശുപത്രിയുടെ സബ് സെന്ററായി പ്രവർത്തിക്കുന്ന മേരികുളത്തെ ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്ററിന്റെ നേതൃത്വത്തിലാണ് ജീവിതശൈലി രോഗങ്ങൾ നിർണ്ണയിക്കുന്നതിനായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മേഖലയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, വ്യാപാരികൾ എന്നിവർക്കായിട്ടായിരുന്നു പ്രധാനമായും മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇവിടെ ഒരു ക്യാമ്പ് വെച്ചതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത്രയും ആൾക്കാരെ നമ്മളുടെ ടാർഗറ്റ് ഗ്രൂപ്പിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ തന്നെ അധികം ആൾക്കാരും ഹൈപ്പർ ടെൻഷൻ്റെ ഹൈപ്പർ ടെൻഷനിലേക്ക് എത്തുന്ന ഒരു അവസ്ഥയിലുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക എന്നുള്ളതാണ്. ഡയബറ്റിക്കോ ഹൈപ്പർ ടെൻഷനോ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, മെഡിസിനിലൂടെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻസീവ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ആ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തുകൊണ്ട് എക്സസൈസ് പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറേ കാലത്തേക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശവും ലക്ഷ്യവും. മാട്ടുകെട്ടിയിൽ സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. സബ് സെന്ററിലെ JHO അജിത, മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ രാജിമോൾ KR, ആശാ വർക്കർ ബിന്ദുമോൾ TK എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വാൻ ലൈഫ് ഇഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പുതിയ പുതിയ കാഴ്ചകൾ കണ്ട് രുചി വൈവിധ്യങ്ങൾ അറിഞ്ഞ് ജീവിത രീതികൾ അടുത്തറിഞ്ഞ് അങ്ങനെ യാത്ര പോകുന്നവരാണ് വാൻ ലൈഫ് ഇഷ്ടപ്പെടുന്നവർ. അത്തരത്തിൽ ലോകം ചുറ്റി കാഴ്ചകൾ കാണുന്ന വിദേശ ദമ്പതികൾ നമ്മുടെ മൂന്നാറിലും എത്തി. 8 മാസം മുമ്പ് ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട അൻഡ്രയെയും ഭാര്യ തിതിരക്കായുമാണ് മൂന്നാറിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങിയത്. യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല. എന്നാൽ യാത്രകൾ ആസ്വാദികരമാക്കാൻ വാൻ ലൈഫ് തിരഞ്ഞെടുക്കുന്നവർ ചുരുക്കമാണ്. അത്തരത്തിൽ വാൻ ലൈഫിലൂടെ ലോകം ചുറ്റിക്കാണുന്ന വിദേശ ദമ്പതികളാണ് അൻഡ്രയെയും ഭാര്യ തിതിരക്കായും. 8 മാസം മുമ്പ് സ്വന്തം വാഹനത്തിൽ ഇറ്റലിയിൽ നിന്നും പുറപ്പെട്ട ഇരുവരും മൂന്നാറിലും എത്തി കാഴ്ചകൾ കണ്ടു മടങ്ങി. India. We love India. We love India. We entered in India and also in the custom border they said we are our guests. Welcome. Enjoy India. And so start the trip in India. Very good. So we visit first Ladakh, wonderful part of India, very nice people. Jammu Kashmir is very difficult for the weather because was raining, landslide, and when we visit Rajasthan, wonderful. A lot of wonderful people. We met good friends there, and we visit Jaisalmer, Jaipur, and also Pushkar. We love this part of India. Then we visit Maharashtra, Uttar Pradesh, Himachal Pradesh, Varanasi, Khajuraho, wonderful Khajuraho. Also Ellora Cave, Ajanta Cave, wonderful. And then we go to the south to visit a lot of Hindu temples in Tamil Nadu. Wow. Wonderful. Yeah, very difficult for foreigner visit because they have a lot of rules. It's impossible to enter with the sunglasses, for example, with the hat. Impossible to get pictures, get video. But with our eyes and with our mind, we have a good memory of that temples. ഇറ്റലിയിൽ നിന്ന് ആരംഭിച്ച ഇരുവരുടെയും യാത്ര സ്ലോവേനിയ, ക്രൊയേഷ്യ, സെർബിയ, ബൾഗേറിയ, പാകിസ്ഥാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിലൂടെ പിന്നിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. പ്രകൃതി മനോഹാരിതയും പെരുമയും കേട്ടറിഞ്ഞ ഇരുവരും മൂന്നാറിലേക്ക് എത്തുകയായിരുന്നു. മൂന്നാറിന്റെ കുളിർ ആസ്വദിച്ചും പ്രകൃതി മനോഹാരിത കണ്ടറിഞ്ഞും നിറയെ ചിത്രങ്ങൾ പകർത്തിയുമൊക്കെയാണ് ഇരുവരും മടങ്ങിയത്. യാത്രയ്ക്കായി ദമ്പതികൾ തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. അടുക്കളയും കിടപ്പുമുറിയും ശുചിമുറിയുമെല്ലാം വാഹനത്തിൽ സുസജ്ജം. ഫ്രിഡ്ജും സോളാർ പാനലും വരെ വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൂന്നാറിന്റെ കാഴ്ചകൾ കണ്ടറിഞ്ഞ ശേഷം അൻഡ്രയെയും ഭാര്യ തിതിരക്കായും പറമ്പിക്കുളത്തേക്ക് പുതിയ കാഴ്ചകൾ തേടിയുള്ള യാത്ര തിരിച്ചു.
നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇടുക്കി മഹിളാ കാർഡമം പ്രൊഡ്യൂസർ കമ്പനി ഏലക്ക ലേല വിവരം. ആകെ ലോട്ട് 220, വിൽപ്പനയ്ക്ക് വന്നത് 53,754, വിൽപ്പന നടന്നത് 53,196, കൂടിയ വില 3,183, ശരാശരി വില 2,795. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 610 രൂപ, ഏലം കൂടിയ വില 2,700, ഏലം ശരാശരി വില 2,200. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പൂ 900, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,065 രൂപ, വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 40 കിലോ കഞ്ചാവുമായി 2 യുവാക്കൾ തൊടുപുഴ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് തൊടുപുഴ പെരുമ്പള്ളിച്ചിറ കൊച്ചുപറമ്പിൽ നൌഫൽ, ചൂരവേലിൽ റിൻസാദ് എന്നിവർ. ഇവർക്കൊപ്പമുണ്ടായിരുന്ന പെരുമ്പള്ളിച്ചിറ സ്വദേശി അനൂപ് ഓടി രക്ഷപ്പെട്ടു. പീരുമേട് ഭാഗത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണിയായിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ വനം വകുപ്പ് വേഗത്തിലാക്കിയില്ലെങ്കിൽ നിരാഹാര സമരം നടത്തുമെന്ന് വാഴൂർ സോമൻ MLA നിലപാട് വ്യക്തമാക്കിയത് പീരുമേട് താലൂക്കിലെ കാട്ടാന ശല്യത്തിന് പരിഹാരം കാണാൻ ചേർന്ന യോഗത്തിൽ കാട്ടാനയെ മൈക്കുവെടി വെച്ച് ഉൾക്കാട്ടിലേക്ക് മാറ്റണമെന്നും ആവശ്യം. നെടുങ്കണ്ടം രാമക്കൽമേട്ടിലെ പ്രധാന വ്യൂ പോയിന്റിലേക്കുള്ള ട്രക്കിങ്ങിന് തമിഴ്നാട് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കി. തമിഴ്നാട് വീണ്ടും കാനനപാത തുറന്നിരിക്കുന്നത് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യം മലമുകളിൽ ഉപേക്ഷിക്കരുതെന്ന ഉപാധിയോടെ. മലമുകളിലേക്ക് പോകുന്ന സഞ്ചാരികൾക്ക് നിർദ്ദേശം നൽകുന്നതിനും പ്ലാസ്റ്റിക് ശേഖരിക്കുന്നതിനും കരുണാപുരം പഞ്ചായത്ത് സൗകര്യം ഏർപ്പെടുത്തും. ഉപ്പുതറ കണ്ണമ്പടി ഗവൺമെന്റ് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് കൈവശ രേഖകളില്ലാത്തതിനാൽ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ലെന്ന് പരാതി. രേഖകളില്ലാത്തത് 2 ഏക്കറോളം വരുന്ന ഭൂമിക്ക്. ഇത് തുടർ വികസനങ്ങൾക്കും തടസ്സം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.